വിജയ് മാഷെ, നമ്മുടെ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നാണ് പറയുന്നത്. ഒരു KSU നേതാവും പറയുന്നുണ്ട്, ഒരു ബിഷപ്പും പറയുന്നുണ്ട് അല്ലെ. ജയിപ്പിച്ചു വിട്ട ഒരു നടനെ കാണാനില്ല. മറ്റത് KSU നേതാവ് തിരോധാനത്തിന് പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്, സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സുരേഷ് ഗോപിയെ കണ്ടാലും ഇവർക്ക് പ്രശ്നമാണ്, കണ്ടില്ലെങ്കിലും പ്രശ്നമാണ്. അല്ല, സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നേതാവും അതോടൊപ്പം തന്നെ സിനിമാ നടനുമായി അദ്ദേഹത്തിൻ്റെ ഒരു ദ്വന്ദ്വ ജീവിതം നയിക്കുന്നു. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം സിനിമാ നടൻ മാത്രമാകും, ചില സമയത്ത് അദ്ദേഹം രാഷ്ട്രീയ നേതാവ് മാത്രമാകും. പിന്നെ രണ്ടിനും കൂടി ഇങ്ങനെ എന്താണ് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് വിഷയങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭൂതക്കണ്ണാടിയൊക്കെ നോക്കി സുരേഷ് ഗോപിയെ കാണുന്നില്ല. KSUകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വോട്ട് മോഷണം എന്ന് പറയുന്ന വാർത്ത വന്നിരിക്കുന്ന സമയത്ത് തൃശ്ശൂരും വോട്ട് മോഷണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പഗാൻഡ വരുന്നു. എവിടെ സുരേഷ് ഗോപി എന്ന് ചോദിച്ച് അദ്ദേഹം നടക്കുന്നു. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരനായിരുന്നു സമ്പൂർണ്ണമായിട്ട് സുരേഷ് ഗോപി എങ്കിൽ അദ്ദേഹത്തിനെ ആരും അന്വേഷിക്കില്ല. നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അന്വേഷിക്കുന്നു, ഒരാളെ അന്വേഷിക്കുന്നില്ല. സുരേഷ് ഗോപിയെ അന്വേഷിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ചിലപ്പോൾ സത്യം കുളിച്ചു പറയണമെന്ന് തോന്നും. അല്ലാത്ത സമയത്ത് രാഷ്ട്രീയക്കാരനായിട്ട് പരകായ പ്രവേശം നേടി പ്രത്യേക തരത്തിലുള്ള അഭിനയങ്ങളൊക്കെ അദ്ദേഹം നടത്തും. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ അടിത്തറയെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ് വിജയനെന്താണ്? അല്ല, ഈ സുനിൽകുമാറിന്റെ ആരോപണം ഉണ്ടല്ലോ, അതായത് വോട്ട് ചോറി, അതിലേക്ക് നമുക്ക് കിടക്കാം. അതായത് സുനിൽകുമാർ പറയുന്നത് ഇവിടെ ഞാൻ അന്നേ ഇത് പറഞ്ഞതാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോ അന്നേ എനിക്ക് ഇതാണെന്ന് പറഞ്ഞിരുന്നു. 3ാം സ്ഥാനത്തേക്കാണ് സുനിൽകുമാർ തള്ളപ്പെട്ടത് എന്നുള്ളത് ഓർക്കണം. 2ാം സ്ഥാനത്തും അല്ല, രണ്ടാമത് മുരളീധരനായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ ഇത് എന്താണ്, ഈ അന്യ സംസ്ഥാനത്തിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നു, വേറെ ജില്ലകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നു, അങ്ങനെ വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സുനിൽകുമാറിന്റെ ആരോപണം അത് തന്നെ. അതിൽ ഇദ്ദേഹം നമ്മൾ പറയും ഇങ്ങനെ ഒരു പരത്തി അടിക്കുക എന്ന് പറയും, അങ്ങനെ ഒരു ഇതാണ്. കൃത്യമായിട്ട് പറയുന്നില്ല, കാടടച്ച് വെടിവെക്കുക, അത് തന്നെ അങ്ങനെ പറയും. അത് ഇവിടെ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് എറണാകുളത്ത് വന്നു, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, എനിക്ക് എറണാകുളത്ത് വന്ന് വോട്ട് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. അപ്പൊ തൃശ്ശൂർ അങ്ങനെ കുറെ പേര് ഒന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. അവര് മറ്റെവിടെയെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി പറയുന്ന ഡബ്ലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 2 സംസ്ഥാനത്ത് അങ്ങനെ രണ്ടിടത്തു. അത് തെളിയിക്കണം. ചുമ്മാ ഇരുന്ന് സുനിൽകുമാർ പറയാണ് അങ്ങനെയാണ് അട്ടിമറി നടത്തി വോട്ടർ പട്ടികയിൽ. പിന്നെ ഒരു കാര്യം, ഇവരുടെ സർക്കാരാണ് ഭരിച്ചിരുന്നത്, അപ്പം ഭരിക്കുന്നത് ആ സമയത്ത് ഭരിച്ചിരുന്നത് അവരാണ്. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് സുനിൽകുമാർ. അതായത് എന്താണ്, പുതപ്പിനുള്ളിൽ കുന്തമുണ്ട് അല്ലേ? അതാണ് ഈ വാർത്തയുടെ ഒരു അടിത്തറയായിട്ട് പോകുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ സുരേഷ് ഗോപി ജയിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന് ലഭ്യമാകേണ്ടതായ ഏതാണ്ട് 80,000 90,000 വോട്ടുകളെന്ന് പറയുന്നത് കോൺഗ്രസിനെ കാണാനില്ല, മുരളീധരൻ തപ്പിവെക്കിട്ട് കാണില്ല. ആ വോട്ടുകളെല്ലാം സുരേഷ് ഗോപിക്ക് പോയി എന്നുള്ളത് എന്തുകൊണ്ടാണ് സുനിൽകുമാർ കാണാത്തത്? സുനിൽകുമാറിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് വന്ന് കഴിഞ്ഞ തവണത്തെ വോട്ടിട്ട് അതിൻ്റെ പരിസര പ്രദേശം കുറച്ച് വോട്ടൊക്കെ കിട്ടി, അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വോട്ട് ഷിഫ്റ്റ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJPയുടെ വോട്ട് വെട്ടിയിലേക്ക് ഒഴുകിയതാണ് യഥാർത്ഥത്തിൽ അവിടെ സുരേഷ് ഗോപി വിജയിക്കുന്നതിന് കാരണമായിട്ട്. ഇതെല്ലാം ഷീള് കേസുകളാണ്. ഇത് ശരിയാണ്, 12 വോട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ ചേർത്തു. അതുമാത്രമല്ല, ഗൾഫിലുള്ള ഒരുപാട് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് തൃശ്ശൂർ വോട്ട് ചേർത്തിട്ടുണ്ട്. അത് ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിലൊന്നും അട്ടിമറി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തില്ല എന്നുള്ളതാണ്. അവർ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറേ വോട്ടുകൾ കിട്ടി. ആ വോട്ട് കൊണ്ടൊന്നും BJP അവിടെ ജയിക്കില്ല. അതും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. BJP ജയിച്ച് യഥാർത്ഥത്തിൽ എന്താണ്, ഈ അച്ഛനിപ്പോൾ സുരേഷ് ഗോപി അന്വേഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അച്ഛൻ സുരേഷ് ഗോപിയൊക്കെ ആയിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പ്രശ്നം. നന്നായിട്ട് എന്താണ് ക്രൈസ്തവരുടെയും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെയും വോട്ടുകൾ, വ്യാപാരികളുടെ വോട്ടുകൾ
നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കി. കാരണം അതിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ പൂരവുമായി ബന്ധപ്പെട്ട് അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവരുടെ തറവാടയൊക്കെ അന്യായമായ രീതിയിൽ ഉയർത്തി എല്ലാ വ്യാപാരികളെയും എതിരാക്കി. എല്ലാ വ്യാപാരികളും എതിരാക്കിയതാരാണ്? ഈ ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടെന്നൊക്കെ പറയുന്നതായിട്ടുള്ള ദേവസ്വം ബോർഡൊക്കെ കൂടി ചേർന്നിട്ടാണ്. അവരാണ് ചെയ്തത്. ആവശ്യമായിരുന്നു അതെ എന്നുള്ളത്. അപ്പൊ അവരെ കൂടി ചെയ്ത് അങ്ങനെ ചെയ്ത് സുനിൽകുമാർ പോയി മുഖ്യനോടാണ് ചോദിക്കേണ്ടത്. അല്ല, സുനിൽകുമാറിന്റെ ഒരു പ്രിയ സുഹൃത്തും അതേപോലെ തന്നെ അന്ന് എന്താണ് ഹൈന്ദവരെ ഉപദ്രവിക്കാൻ പറ്റുന്ന തരത്തിൽ വാർത്തയൊക്കെ ഫേസ്ബുക്കിലിട്ടിരുന്നു. ഓർമ്മയുണ്ട് നിങ്ങൾക്കത്? എനിക്കറിയില്ല അല്ലേ? അത് ഓർമ്മയില്ല. അത് വലിയ പ്രശ്നമായി മാറിയതാണ്. അപ്പോൾ അങ്ങനെ പൊതുവെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും സുരേഷ് ഗോപിക്ക് അസാധാരണമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നോട്ട് ലഭിക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ജയിച്ചത് ശരിക്കും. അല്ല, അത് മാത്രമല്ല, പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ എടുത്ത സമയം ഉണ്ടായിരുന്നു. അത് യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതായത് ഒരു മാർക്കറ്റിൽ, തൃശ്ശൂർ മാർക്കറ്റിൽ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സുനിൽകുമാറിനെ ഹിന്ദി അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഇങ്ങനെയൊക്കെ പാർലമെന്റ് വിട്ടിട്ട് എന്തോ നീ എന്ന് പറഞ്ഞപ്പോൾ. അത് നമ്മൾ പണ്ട് ഇന്നസെന്റ് 2 തവണ ചാലക്കുടിയിൽ നിന്ന് പോയിട്ടുണ്ട് MP ആയിട്ട്. അപ്പോൾ ഇന്നസെന്റ് ഒരു ദിവസം ഏഷ്യാനെറ്റിൽ അവാർഡ് വാങ്ങിക്കാൻ വന്നിട്ട് ഇന്നസെന്റ് പറയുകയാണ്, എന്ന് പറഞ്ഞാൽ ഒരു മരിച്ചുപോയ ആളാണ്, എന്നാലും നമ്മൾ പറഞ്ഞ കാര്യം അതുപോലെ പറയുന്നതേ ഉള്ളൂ. ഞാനവിടെ ചെന്ന് വെറുതെ ഇരിക്കും, എനിക്ക് ഹിന്ദി മനസ്സിലാവില്ല, ഞാനവിടെ ചെന്ന് മലയാളത്തിൽ എന്ത് പറയും, അവര് ഹിന്ദിയിൽ എന്ത് പറയും, എനിക്ക് അവർ പറയണത് മനസ്സിലാവില്ല, അവർക്ക് ഞാൻ പറയണത്. ജയിപ്പിച്ച് വിട്ട ആൾക്കാരോട് നോക്കിയിട്ട് കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പോലെയാണ് ഇത്. രണ്ടാമതും ജയിപ്പിച്ചു വിട്ടു. പിന്നെ അപ്പം ഇതുപോലെ എന്തിനാ ഒരുത്തരം ജയിപ്പിച്ചു ജനങ്ങളെ ബുദ്ധിമുട്ടെന്തെങ്കിലും അവിടെ ചെന്ന് അറിയിക്കണ്ടേ? അതിനുള്ള സിനിമാക്കാരുടെ ഒരു പ്രശ്നം അതാണ്. സിനിമാക്കാർ എന്ന് പറയുന്നത് പലപ്പോഴും അല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ അവർ ചിന്തിച്ച ഇങ്ങനെയാണ്. സുരേഷ് ഗോപി സിനിമാക്കാരനായിട്ട് പോലും ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഭരിക്കുന്ന കക്ഷിയുടെ ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് സുരേഷ് ഗോപിയെ വിട്ടത്. സുനിൽകുമാർ അവിടെ പോയിട്ട്, സുനിൽകുമാറിനെ വേണ്ടാഞ്ഞിട്ടാണ് സുനിൽകുമാർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട. കാരണം വേറൊരു ചേട്ടൻ അതേ വീഡിയോ തന്നെ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം കർഷക മന്ത്രിയായിട്ട് ഇരുന്നിട്ട് എന്ത് കാര്യമാണ്, എന്ത് തേങ്ങയാണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതേസമയം രാജ്യസഭ MP ആയിരുന്ന സുരേഷ് ഗോപി ആ മാർക്കറ്റിൽ ഒരു ബാത്റൂം ദെൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം MP ആയി നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ തന്നെ ഇപ്പൊ എന്തിനാണ് അദ്ദേഹത്തിനെ അന്വേഷിക്കാൻ കാണാനില്ലെന്നൊക്കെ. ഇപ്പൊ ഈ കന്യാസ്ത്രീ വിഷയത്തിൽ ഇവർക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കണം, അദ്ദേഹം എന്തെങ്കിലും പറയണം, അത് വെച്ചിട്ട് അടുത്ത വാർത്ത ഉണ്ടാക്കണം, വിവാദം ഉണ്ടാക്കണം. അതാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അല്ലാതെ ആ വിഷയം കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇനി അദ്ദേഹത്തിനെ അന്വേഷിക്കുന്നത്? എന്താണ് തന്നെയൊക്കെ തോന്നുന്നത്? അല്ലേ, എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷ നേതാക്കള് മുഖ്യമന്ത്രി അടക്കം അമേരിക്കയിൽ പോകുമ്പോ ആർക്കും അന്വേഷിക്കണ്ട. സുരേഷ് ഗോപിയെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കണം. ഒന്നുകിൽ സ്നേഹം, അല്ലെങ്കിൽ വളർത്താൻ, അല്ലെങ്കിൽ കൊല്ലാൻ. അല്ല, ഇത് ഈ നമ്മളുടെ രാഷ്ട്രീയം കുറച്ചും കൂടിയൊക്കെ ഗൗരവതരമായി കാര്യങ്ങളെ കാണുന്ന രീതിയിലേക്ക് മാറിയാൽ ഇത്തരം പ്രശ്നങ്ങളും ഒഴിവാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ സുരേഷ് ഗോപിക്ക് പല പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആ സമയത്ത് പുള്ളി നിശബ്ദനാവും എന്നുള്ളതാണ് നമ്മൾ ഒന്നുകിൽ ആശാണ്ട് നെഞ്ചത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശീലമാണ് പുള്ളിക്കുള്ളത്. അത് പുള്ളിയുടെ എന്താണ് ആ പോലീസ് ഓഫീസറുടെ ഹാങ് ഓവർ എന്ന് പറയുന്നത് മാറുന്നില്ല. സിനിമയിൽ അഭിനയിച്ച് അഭിനയത്തിൻ്റെ ഒരു വലിയ സിദ്ധിയുള്ളതിൻ്റെ പേരിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയോ അവരിലേക്ക് പരക്കായ പ്രവേശനം നേടുകയൊക്കെ ചെയ്യും. നികേഷ് കുമാറിനെയൊക്കെ ചുരുട്ടി കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് കാര്യം. ഓക്കെ.